വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഐഡിയകൾ ആശയങ്ങൾ കയ്യിലുണ്ടായിട്ടും അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത്ര എഫേർട്ട് എടുക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട്, ഐഡിയകളുണ്ട്, പക്ഷേ ചെയ്യാൻ എപ്പോഴും മടിയുള്ള, അല്ലെങ്കിൽ അത് നീട്ടി വെക്കുന്ന, അതായത് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, ആ ഒരു സ്വഭാവമുള്ള ആളുകൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഒരു രാജ്യത്തെ ഒരു രാജാവ് അവിടുത്തെ രണ്ടാളുകളെ, എന്തോ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്ത രണ്ടാളുകളെ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ഒരു സദ്യക്ക് വേണ്ടി, ഒരു ട്രീറ്റിന് വേണ്ടി ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ആ ട്രീറ്റിന് വന്നു. ഇവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സദ്യക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ വന്നിട്ട് ഇവരെ നല്ല രാജകീയമായ പ്രൗഢിയോടുകൂടി തന്നെ രാജകൊട്ടാരത്തിൽ നന്നായിട്ട് സ്വീകരിച്ച് അവിടുത്തെ സ്വീകരണ മുറിയിൽ ഇരുത്തി. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്ന് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ അതിനുശേഷം ഇവർക്ക് ഈ സദ്യ കഴിക്കാനുള്ള സമയമായി. അപ്പം ഒരു പരിചാരകൻ ഇവരെ മറ്റൊരു ഭാഗത്തേക്ക് ആനയിച്ചു. അങ്ങനെ അവിടെയാണ് സദ്യ വിളമ്പിയിട്ടുള്ളത്. അങ്ങനെ ഈ സദ്യ വിളമ്പിയ സ്ഥലത്ത് പിന്നെ രണ്ട് വലിയ പാത്രങ്ങളിൽ വളരെ രാജകീയമായ സ്റ്റൈലിലുള്ള ഒരു മൂടിയൊക്കെ മൂടി വെച്ചിട്ടുള്ള രണ്ട് തളികകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് തളികയിലും വളരെ വിഭവ സമൃദ്ധമായ പിന്നെ ഐറ്റങ്ങൾ, അവർ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കഴിക്കാൻ സാധിക്കും എന്ന് അവർ പോലും ചിന്തിക്കാത്ത അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. അത്രയും നല്ല വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇത് കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് മറ്റൊരു പരിചാരകൻ മറ്റൊരു തളികയിൽ വേറെ ഒരു വിഭവവുമായിട്ട് ഇവരെ സമീപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നത്, കഴിക്കാൻ വരട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളത് കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇതിൽ ഒരു പിന്നെ വിഭവമുണ്ട്, അതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളത് കഴിക്കാൻ. അപ്പോൾ ഇത് കഴിക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സദ്യയ്ക്ക് ശേഷം രാജാവ് വലിയ ഒരു റിവാർഡ്, വലിയ ഒരു 100 സ്വർണ്ണ നാണയങ്ങൾ, ഒരു സ്വർണ്ണ കിഴി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അത് ഈ സദ്യ കഴിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള 2 വിഭവങ്ങൾ കൂടി നിങ്ങൾ കഴിക്കണം. അത് കഴിച്ച് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ സ്വർണ്ണ കിഴി സമ്മാനമായി ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മൂടി തുറക്കുകയാണ്. അപ്പോൾ ഈ മൂടി തുറന്ന സമയത്ത് ഇതിൽ ഒരു തവളയെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്, ഒരു തവളയെ. കണ്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ അത്ര ഡെക്കറേറ്റഡ് ഒന്നും അല്ലാത്ത ഒരു തവളയെ വേവിച്ചത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. തവള നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഭക്ഷണമല്ലല്ലോ. ഇത് കണ്ടതോടുകൂടി ഇവർക്ക് ആകെ നിരാശരായി ഇവർ. കാരണം എന്താണ്, ഇതിപ്പോൾ ഭക്ഷണം കഴിച്ച് പോകാമെന്നല്ലാതെ ഈ രാജാവ് നൽകാൻ പോകുന്ന ഈ വലിയ ഒരു റിവാർഡ്, ആ റിവാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ തവളയെ തിന്നണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. അപ്പം ഇവർ രണ്ടുപേരും തവളയെ നോക്കി, ഈ ഭക്ഷണ തളികയിലേക്ക് നോക്കി, തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു റിവാർഡും ഒക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും 2 രീതിയിലാണ് ഈ ഒരു പരീക്ഷണത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിചാരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തവളയെ ആദ്യം അങ്ങോട്ട് കഴിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി സദ്യയൊക്കെ കഴിച്ച് സമ്മാനം വാങ്ങി പോവാം എന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ ആൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സദ്യ കഴിച്ചിട്ട് പറ്റുകയാണെങ്കിൽ തവളയെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ആണ് രണ്ടാമത്തെ ആൾ തുടങ്ങുന്നത്. ഇവിടെ ഇവരുടെ 2 പേരുടെയും അപ്രോച്ചിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ രണ്ടാമത്തെ ആൾ സദ്യ കഴിക്കുന്നത് എന്തോർത്തിട്ടാണ്, അതിന് ഈ തവളയെ കഴിക്കാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അദ്ദേഹം ഈ സദ്യ കഴിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആ സദ്യയുടെ രുചി ആസ്വദിക്കാനും സാധിക്കില്ല. അതിങ്ങനെ ഓർത്ത് മനസ്സിൽ കൊണ്ടു നടന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ആ തവളയെ കഴിക്കാനുള്ള യാതൊരു മൂഡും ഇല്ലാണ്ടായി ആ റിവാർഡ് തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് മറ്റാൾ ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തിന് ആ തവളയെ ആദ്യം അങ്ങോട്ട് കഴിച്ചാൽ ആ പ്രശ്നം കഴിഞ്ഞു, പിന്നെ എൻജോയ് ചെയ്ത് സദ്യയും കഴിച്ച് ആ സമ്മാനം വാങ്ങി പോകാം എന്നുള്ള ഒരു
ഒരു പോളിസിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആദ്യം തവളയെ കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. സോ ഇതുപോലെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ഈ ഒരു പോളിസിയെ ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ലൈഫിൽ എന്ത് കാര്യം നമുക്ക് ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയകളായിരിക്കും, വർക്കൗട്ട് ചെയ്താൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിനെന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് എഫേർട്ട് എടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു എഫേർട്ട് അങ്ങോട്ട് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കതിന് ശേഷമുള്ള കിട്ടാൻ പോകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ എന്തിന് തയ്യാറാവില്ല, ഈ ഒരു തവളയെ കഴിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോൺ, ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഡിക്ഷൻ ഉണ്ടാക്കുന്ന, നമ്മുടെ ലൈഫിൻ്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണമാകുന്ന ഒരു സംഭവമാണ് കംഫർട്ട് സോൺ. നമുക്കെപ്പോഴും ആ കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് താല്പര്യം, അല്ലേ? അപ്പം നമ്മുടെ അത്യാവശ്യമുള്ളൊരു ജോലി നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് തന്നെ. ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നമ്മൾ നമ്മളുടേതായ ഒരു ലോകത്ത് ഒരു ചായയും കുടിച്ച് എന്തെങ്കിലുമൊക്കെ സ്നാക്കും ചെയ്ത് ഫോണും നോക്കി ഇൻ്റർനെറ്റിൽ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സോ മതമോ അല്ലെങ്കിൽ ഗോസിപ്സോ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഇരിക്കും, നമ്മൾ സമയം കളയും, അല്ലേ? മണിക്കൂറുകൾ ഓരോ ദിവസവും 2-3 മണിക്കൂറൊക്കെ അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മന്ത്ലി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇയർലി ചിന്തിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് ടൈം, നല്ല ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള സാധ്യതയുള്ള ഈ ഒരു സമയത്ത് പോലും നമ്മളുടെ ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ വേസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കാനോ അത് കണ്ടെത്താനോ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താനോ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആവണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് കഴിവുള്ള വ്യത്യസ്തമായ കഴിവുള്ള ആളുകൾ തന്നെയാണ് അവരുടെ കഴിവ് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ എന്താണ്, അതിനൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ ജോലിയിലായാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ സ്കില്ല് പഠിക്കണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ച് അവന് നല്ല സ്കോപ്പ് ഉണ്ട്, അവന് നല്ല സാലറി ഉണ്ടായിരിക്കും. നമുക്കും അങ്ങനെ എന്തെങ്കിലും സ്കോപ്പുള്ള സംഭവം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പിന്നെ അതിന് കോഴ്സിന് ചേരണം, പിന്നെ അവിടെ ക്ലാസ്സിന് പോകണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോൾ കോഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ പല ആളുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ 1-2 ദിവസം ഈ കോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പം പിന്നെ അതിനൊരു എന്ന് വെച്ചാൽ കുറച്ചൊരു എഫേർട്ട് എടുക്കാണ്ട് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സോ നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള പല തവളകളും ഇരിക്കുന്നുണ്ടായിരിക്കും. ആ തവളയുടെ അപ്പുറത്തായിരിക്കും നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ അഭിവൃദ്ധി അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്ന റിവാർഡുകൾ. സോ അപ്പോഴും നമ്മൾ ലൈഫിൽ ഇപ്പോഴുള്ള ഈ കംഫർട്ട് സോൺ നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാകുമ്പോൾ ഈ തവളയെ കഴിച്ച് അതിൻ്റെ അപ്പുറത്ത് വീണ്ടും കംഫർട്ട് സോൺ തന്നെയാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണുള്ളത്. പക്ഷേ ഈ ഒരു കുറഞ്ഞ സമയത്തേക്ക് നമ്മളുടെ കംഫർട്ട് സോൺ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ മുന്നിൽ വരാൻ പോകുന്ന ഒരുപാട് റിവാർഡുകൾ നഷ്ടപ്പെട്ടു പോവാണ്. സോ നമ്മുടെ ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഏതെങ്കിലും ഒരു തവള നമ്മളുടെ മുന്നിൽ വരും. ഓക്കെ, സോ ആ തവളയെ പിടിച്ച് ആദ്യം അങ്ങോട്ട് കഴിക്കുക. ആ ചെയ്യണ്ട എന്ന് തോന്നുന്ന കാര്യം ഉണ്ടായിരിക്കുമല്ലോ, ചെയ്യണ്ട എന്ന് തോന്നുന്ന ആ കാര്യം ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്യുക, അതിനങ്ങോട്ടൊന്ന് ഇറങ്ങി പുറപ്പെടുക. സോ അതങ്ങോട്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്നെ കൊണ്ട് കഴിയുന്നും ഇത് ചെയ്താൽ നല്ലതാണെന്നും ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊക്കെ നമുക്കപ്പോൾ മനസ്സിലാവും. സോ ഒരു തവളയെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇത് കുഴപ്പമില്ല, തവളയെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവളയെ കഴിക്കുക. അങ്ങനെ 2-3 തവളകളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ തവളകൾ വല്ലാണ്ട് വരില്ല. കാരണം ഇയാളുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല, പിടിച്ച് കഴിക്കുമെന്ന് തവളക്കും തന്നെ മനസ്സിലാവും. ഓക്കെ, സോ ആ ഒരു സ്ട്രാറ്റജി ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ്. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പ്രിൻ്റ് എടുത്തിട്ട് റൂമിൽ എഴുതി വെക്കാം, ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്ന്. സോ ഇന്ന് നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ ആ സംഭവം നമ്മൾ കാണണം. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡിൽ വരും എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്ത് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് ഒരു റിമൈൻഡറായിട്ട് അത് വർക്ക് ചെയ്യും. സോ എന്നും അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ പതുക്കെ നമ്മളുടെ ഐഡിയകളിലേക്ക് ഇറങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ
സെൽഫ് ഹെൽപ്പ് ടിപ്സ് അതുപോലെ എഡ്യൂക്കേഷണൽ വീഡിയോസ്, നമ്മളൊരു ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആക്കില്ല. ഓരോ ദിവസവും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാനലിലോ അല്ലെങ്കിൽ എൻ്റെ പേജിലോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.